ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അത് ക്രിസ്മസ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യത്തെ ആളുകൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ അത് ക്രിസ്മസ് തന്നെയാണ്. ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിനെ പറ്റി പലർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം, എങ്കിലും നിങ്ങൾക്ക് അറിയാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് സാന്റാ ക്ലോസ് ആണല്ലേ. അങ്ങ് നോർത്ത് പോളിൽ നിന്ന് പറക്കുന്ന മാനുകൾ കെട്ടിവലിക്കുന്ന വണ്ടിയിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരുമെന്നും തങ്ങൾക്ക് ഗിഫ്റ്റ് തരുമെന്നുമെല്ലാം ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ വിശ്വസിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സാന്റാ ക്ലോസ് എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ള ഒരു അപ്പൂപ്പനാണ് അല്ലേ. നല്ല ഒരു ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വെളുത്ത താടിയും അതുപോലെ തന്നെ മൂക്കിൻ്റെ തുമ്പത്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയും ഒക്കെയുള്ള ആ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മുടെ എല്ലാം സ്വന്തം സാന്റാ ക്ലോസ്. എന്നാൽ ആദ്യകാലത്ത് സാന്റാ ക്ലോസ് അപ്പൂപ്പൻ്റെ വേഷമോ അതുപോലെ തന്നെ അപ്പൂപ്പനൊന്നും ഇതുപോലെ അല്ലായിരുന്നു ഇരുന്നതെന്നാണ് പറയുന്നത്. വളരെ സ്കിന്നി ആയിട്ടുള്ള ഭയപ്പെടുത്തുന്ന രൂപങ്ങളായിരുന്നു പണ്ട് കാലത്തൊക്കെ ക്രിസ്മസ് സാന്റാ ക്ലോസ് എന്ന് പറഞ്ഞിരുന്നത്. നീലയും പച്ചയും പല കളറിലുള്ള വേഷങ്ങളിൽ അദ്ദേഹം 1931 മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇന്ന് കാണുന്ന സാന്റാ ക്ലോസ് അപ്പൂപ്പൻ്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത് കൊക്കക്കോള കമ്പനിയാണ്. 1931 കൊക്കക്കോള കമ്പനി ഹാഡൻ സൺബ്ലോ എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊണ്ട് സൃഷ്ടിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന സാന്റാ ക്ലോസ്. കൊക്കക്കോളയുടെ ബ്രാൻഡ് കളർ എന്ന് പറയുന്നത് തന്നെ ആ ഒരു റെഡും വൈറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാന്റാ ക്ലോസിന് അവർ ആ ഒരു കളറുള്ള ഡ്രസ്സാണ് നൽകിയത്. അങ്ങനെ പഴയ കാലത്തെ പേടിപ്പെടുത്തുന്ന സാന്റാ ക്ലോസ് രൂപങ്ങളിൽ നിന്ന് കൊക്കക്കോളയാണ് ഒരു ഹാപ്പി സാന്റയെ നമുക്കായി നൽകിയത്. മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നുള്ളതാണ്. കൊക്കക്കോളയെ പോലെ തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് KFC. നമുക്കെല്ലാവർക്കും ഇന്ന് സുപരിതമാണ് കെൻടക്കി ഫ്രൈഡ് ചിക്കൻ. 1970 KFC അവിടെ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത്. അതായത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു ക്യാമ്പയിൻ, അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ അവർ നടത്തുകയുണ്ടായി. ക്രിസ്മസിന് ഒരുപാട് പുതിയ മെനു ഐറ്റംസ് കൊണ്ടുവരികയുണ്ടായി. അതുപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നൽകുകയുണ്ടായി. അങ്ങനെ ക്രിസ്മസിനെ വലിയ രീതിയിൽ KFC അന്ന് ജപ്പാനിൽ സെലിബ്രേറ്റ് ചെയ്തു. ഒരുപാട് ഫാമിലി മീലും അതുപോലെ തന്നെ പുതിയ ഐറ്റംസും ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശേഷം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രഡീഷനായിട്ട് അങ്ങനെ ജപ്പാനിൽ മാറുകയാണ് ഉണ്ടായത്. ഇന്നും ജപ്പാൻകാർക്ക് KFC ഇല്ലാതെ ഒരു ക്രിസ്മസ് ആഘോഷം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പലരും അവരുടെ സീറ്റ് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യാറുണ്ട്. കാരണം KFCയിലെ സീറ്റ് വളരെ ഫാസ്റ്റായിട്ടാണ് ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ ഫില്ലാകുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അവരുടെ ഒരു ട്രഡീഷനായി മാറുകയായിരുന്നു. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റിനെ പറ്റിയുള്ള ഫാക്റ്റാണ്. നമ്മൾ കരുതും പോലെ രണ്ടാൾക്കാർ തമ്മിൽ നൽകിയ ഒരു ഗിഫ്റ്റ് ഒന്നുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകിയ ഗിഫ്റ്റാണ്. ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. 1865 ഇത് നടന്നത്. 1866 ഫ്രാൻസ് ഇത് അമേരിക്കയ്ക്ക് കൈമാറുകയുണ്ടായി. അമേരിക്കയുടെ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ അന്ന് മരണപ്പെട്ടു പോയിരുന്ന എബ്രഹാം ലിങ്കൺ എന്ന പ്രശസ്തനായ നേതാവിനോടുള്ള ഫ്രാൻസിൻ്റെ റെസ്പെക്റ്റ് കൂടി കാണിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു ഗിഫ്റ്റ് അവർ നൽകിയത്. ഇന്നും USA മുഖമുദ്ര എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി തന്നെയാണ്. ക്രിസ്മസ് ട്രീ ഇല്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണല്ലേ. എന്നാൽ ലോകത്തിൽ ആദ്യമായി ഈ ക്രിസ്മസ് ട്രീ ട്രഡീഷൻ ഉണ്ടായത് എവിടെയാണെന്ന് അറിയാമോ? ജർമ്മൻ പ്രിൻസ് ആയിരുന്ന ആൽബർട്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ടിലുള്ള വൈഫ് ക്യൂൻ വിക്ടോറിയയ്ക്ക് നൽകിയ ഗിഫ്റ്റായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. 1848 ഇല്ലുസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് എന്ന് പറയുന്ന പത്രത്തിലും ഇവരുടെ ഒരു ചിത്രം, അതായത് ആദ്യത്തെ ക്രിസ്മസ് ട്രീയുമായി അവരുടെ ഫാമിലി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ വന്നിരുന്നു. എന്നാൽ ഒരുപാട് പേർ പറയുന്നത് ഇതിനു മുമ്പേ തന്നെ ജർമ്മനിയിൽ ഈ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു എന്നാണ്. പ്രിൻസ് ആൽബർട്ട് ജർമ്മനിയിൽ നിന്നുള്ള ആളാണ്. ജർമ്മനിയിൽ ഇത്തരത്തിൽ ക്രിസ്മസ് ട്രീകൾ ഒരുക്കുന്ന ഒരു പതിവ് പണ്ടേ ഉണ്ടായിരുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരവരുടെ മരങ്ങളിലൊക്കെ ക്യാൻഡിൽസ് ഒക്കെ വെച്ച് ലൈറ്റൊക്കെ കത്തിച്ച് അത്തരത്തിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് പതിവായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജർമ്മനിയിൽ നിന്നാണ് ഈ ക്രിസ്മസ് ട്രീയുടെ ട്രഡീഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിസ്മസ് ഫാക്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഹോളിഡേ ആണ് ഈ പറയുന്ന ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ അവരുടെ ഒരേ ഒരു വലിയ ഹോളിഡേ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ നാളിന്ന് വരെയും ക്രിസ്മസിന് ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ആവാറുണ്ട്. അതിൽ തന്നെയും ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ സക്സസ്ഫുൾ ചിത്രം എന്ന് പറയുന്നത് ഹോം അലോൺ ആണ്. 1990 ഇറങ്ങിയ ചിത്രമാണ്. ഒട്ടുമിക്ക ആളുകൾക്കും സുപരിതമായിരിക്കും ഹോം അലോൺ എന്ന് പറയുന്ന ആ ചിത്രം. 2018 വരെയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ക്രിസ്മസ് ചിത്രം അതായിരുന്നു. എന്നാൽ ഗ്രിഞ്ച് എന്ന് പറയുന്ന 2018 ഇറങ്ങിയ ആനിമേഷൻ സിനിമ ഈ പറയുന്ന ഹോം അലോണിൻ്റെ റെക്കോർഡ് തകർക്കുകയുണ്ടായി. എങ്കിലും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ക്രിസ്മസ് ചിത്രം എന്ന് പറയുന്നത് ഹോം അലോൺ ആണ്. ഈ അടുത്താണ് അതിലെ അമ്മയും മകൻ്റെയും ക്യാരക്ടേഴ്സ് അഭിനയിച്ച അഭിനേതാക്കൾ
കണ്ടുമുട്ടിയത്. അതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മനോഹരമായൊരു റീയൂണിയൻ ഉണ്ടായത്. മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇംഗ്ലീഷ് ചിത്രങ്ങളിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഷോയിലുമൊക്കെ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു ഷേപ്പിലുള്ള ഒരു ക്യാൻഡി, ഒരു മിഠായി അവരിങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ പേര് ക്യാൻഡി കെയിൻ എന്നാണ്. അത് വെറും ഒരു ക്യാൻഡി അല്ല, അതിൻ്റെ പിന്നിൽ ചെറിയൊരു ചരിത്രം കൂടിയുണ്ട്. ജർമ്മനിയിൽ തന്നെയാണ് ഈ ഒരു ക്യാൻഡിയുടെയും ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ കൊയറൊക്കെ പാടുന്ന കുട്ടികൾക്ക് അവിടുത്തെ ഒരു കൊയർ മാസ്റ്റർ അവർ സൈലൻ്റായി നിൽക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു ക്യാൻഡി കെയിൻ നൽകിയെന്നാണ് പറയുന്നത്. അന്നൊരു നീണ്ട സ്റ്റിക്കായിരുന്നു. പിന്നീട് ഇത് കാലങ്ങൾക്ക് ശേഷം ഒരു ഷേപ്പിലേക്ക് മാറുകയായിരുന്നു. അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജീസസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിലെ ആ ഒരു റെഡ് സ്ട്രൈപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവത്യാഗത്തിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ ബ്ലഡിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീയെ പറ്റിയുള്ളതാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള വലിപ്പം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ലോക റെക്കോർഡുകൾ ഇട്ട ക്രിസ്മസ് ട്രീകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്പെയിനിലെ കെംപിൻസ്കി ഹോട്ടൽ ബഹിയയിൽ $15 മില്യൺ ഒരു ക്രിസ്മസ് ട്രീ പ്രദർശിപ്പിക്കുകയുണ്ടായി. ലക്ഷറി ബ്രാൻഡുകളായിട്ടുള്ള ഷാനലിൻ്റെയും ബൾഗാരിയുടെയും കാർട്ടേറിൻ്റെയും ഒക്കെ സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ ഡയമണ്ടുകളും ഒക്കെ വെച്ചായിരുന്നു അത് അലങ്കരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് അത് മാറിയത്. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് ട്രീ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിട്ട് മാറി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ലെഗോ കമ്പനിയെ പറ്റിയുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് കുട്ടിക്കാലത്തൊക്കെയും ലെഗോസ് കൊണ്ട് കളിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഒരുപാട് ബോക്സുകൾ വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് ഓരോ ടോയ്സ് ഉണ്ടാക്കുന്നത് നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്ത് മുതൽ ഇഷ്ടമുള്ള കാര്യമാണ്. ക്രിസ്മസ് സമയത്ത് ലെഗോസിൻ്റെ സെയിൽ വളരെയധികം വർദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ. അവരുടെ ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള ടോയ്സ് ഒരു സെക്കൻഡിൽ 28 വെച്ചിട്ടാണ് വിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് വേൾഡ് വൈഡ് ഒരു സെക്കൻഡിൽ 28 സെറ്റോളം ലെഗോസാണ് സോൾഡ് ആവുന്നത്. ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ കാശ് വരുന്ന കമ്പനികളിൽ ഒന്നാണ് ലെഗോസ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ ക്രിസ്മസ് കാലഘട്ടത്തിൽ മഞ്ഞ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരുടെ ഒരു ഇഷ്ടവിനോദം എന്ന് പറയുന്നത് മഞ്ഞ് കൊണ്ടുണ്ടാക്കുന്ന സ്നോമാനെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്നോമാനെ ഉണ്ടാക്കിയതിനുള്ള റെക്കോർഡുള്ളത് 1999 മെയിനെ എന്ന് പറയുന്ന സ്ഥലത്ത് USA അവിടെ ഉള്ളവരുണ്ടാക്കിയ ആ ഒരു 113 ഫീറ്റ് വലിപ്പമുള്ള ഒരു സ്നോമാനാണ്. അതായത് ഒരു വലിയ സ്കൈ സ്ക്രാപ്പറിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു സ്നോമാനായിരുന്നു അത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കൊക്കക്കോള കമ്പനിയാണ് ഇന്ന് നമ്മൾ കാണുന്ന സാന്റാക്ലോസിൻ്റെയൊക്കെ ആ ഒരു സൃഷ്ടാവെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു സാന്റാക്ലോസ് എന്നറിയണ്ടേ? 3rd സെഞ്ച്വറിയിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു മങ്കായിരുന്നു സെൻറ്റ് നിക്കോളസ് എന്ന് പറയുന്നത്. അദ്ദേഹം പാവപ്പെട്ടവർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തുർക്കിയിലേക്ക് കുടിയേറിയ ഡച്ച് ഇമിഗ്രൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ പിന്നീട് ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ സെൻറ്റ് നിക്കോളസിനെ അവർ സിൻഡർ ക്ലാസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ സിൻഡർ ക്ലാസ്സിൽ നിന്ന് പിന്നീട് അത് സാന്റാക്ലോസ് ആയി മാറിയെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ടാണ് കരുതപ്പെടുന്നത്. അതാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ബൈബിളിൽ എവിടെയും ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിൾ സ്കോളേഴ്സും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസും ഒക്കെ പറയുന്നത് യേശു ക്രിസ്തു ജനിച്ചത് സ്പ്രിംഗ് ടൈമിൽ, അതായത് വസന്തകാലത്തിലാണെന്നാണ്. ഡിസംബർ ഒരു മഞ്ഞുകാലമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ക്രിസ്മസ് ഡിസംബർ 25 വന്നതെന്ന് ഇപ്പോഴും പല ആളുകൾക്കും പല അഭിപ്രായമാണുള്ളത്. ഹിസ്റ്റോറിയൻസ് ഒക്കെയും പറയുന്നത് പഗാൻ എന്ന് പറഞ്ഞൊരു റിലീജിയൻ ഉണ്ട്, ഒരു ഓൾഡ് റിലീജിയനാണ്. അവർക്കൊരു അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ഉണ്ട്, സാറ്റേണാലി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ടൈമുമായിട്ട് ഈ പറയുന്ന ഒരു ക്രിസ്മസിനെ അവർ ടൈപ്പ് ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. കാരണം ആ ഒരു സമയവും ഈ ഒരു 2 ഫെസ്റ്റിവലും കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി അന്നുള്ള ആളുകൾ ചെയ്ത ഒരു കാര്യമാണ് ഈ പറയുന്ന ഡിസംബർ 25 ക്രിസ്മസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ഈ പറയുന്ന 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കാറില്ല. ഒരുപാട് ഓർത്തഡോക്സ് രാജ്യങ്ങൾ, അതായത് റഷ്യ, റൊമേനിയ, യുക്രൈൻ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഗ്രീക്ക് ആളുകൾ, ഇവരൊക്കെയും ജനുവരി 7 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസിനെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ക്രിസ്മസ് ഫാക്ട്സും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.